ഹായ് സുഹൃത്തുക്കളെ, കുറേ കാലമായിട്ടോ വീഡിയോയിലൊക്കെ വന്നിട്ട്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഷോർട്ട് വിടുന്നല്ലാതെ വലിയ വീഡിയോ ഒന്നും എടുക്കാറില്ല. ഒന്നാമത് ഒഴിവില്ല, അതുകൊണ്ടാണ്. ഇനി ഇൻഷാ അല്ലാഹ് നോക്കുന്നുണ്ട്. അപ്പം ഇന്നിപ്പോൾ ഒരു വീഡിയോയിൽ വന്നതിൻ്റെ കാരണം നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ പറമ്പിലാണ് കേട്ടോ. ഇവിടുത്തെ വീഡിയോ അതിന് മുമ്പ് ഇട്ടിരുന്നു. വലിയൊരു പാറൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു പാറൊക്കെ ഉണ്ടായിരുന്നു. ആ പാറുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഒരു ഷെഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നല്ല കോടയാണ്. ഇപ്പോൾ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം തന്നെ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ പറമ്പിൽ വന്നപ്പോൾ ഭയങ്കര കോടയുണ്ട്, നല്ല കോട. ഒന്നും കാണില്ല, ആ ഭാഗമൊന്നും കാണില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗം ഞാൻ കാണിച്ചു തരാം. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ പറമ്പ് കേട്ടോ. ഇതല്ല, ഇത് താഴെ ഭാഗമാണ്, നമ്മളെ റോഡ് വാങ്ങിയ സ്ഥലമാണ്. ഇതുണ്ടോ, ഇതാണ് സംഭവം. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഈ പറമ്പേക്ക് വരും. രാവിലെ ഒരു 6-6:30 മണിക്ക് വന്നിട്ട് ഇവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരുപാട് വർക്കുകൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി സൈറ്റിൽ എത്തിയിട്ടുണ്ടാവും. ഇതൊരു കുന്നാണ്, ഇതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, വലിയൊരു കുന്നാണ്. ആ കുന്നിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മളെ ഈ സ്ഥലമുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ വർക്കുകൾ ഞാൻ നടത്തിയിട്ടുണ്ട്. ഈ സൈഡൊക്കെ കെട്ടി അന്ന് കണ്ടപ്പോൾ മൊത്തം കാടായി കിടക്കുമായിരുന്നു. കണ്ടോ, ഈ ഭാഗം ഇത് മോങ്ങം ഭാഗമാണ്. ഈ ഭാഗം മൊത്തം കോടയാണ് ഇവിടെ എല്ലാം. കണ്ടോ, മൊത്തം കോട മൂടി കിടക്കുകയാണ്, ഒന്നും കാണില്ല. ഇത് കൂനിയങ്കൽ ഭാഗമാണ്, ഒന്നും കാണില്ല. കണ്ടോ, അപ്പോൾ ഇവിടെ ഈ താഴെ ഭാഗത്തൊക്കെ കുറേ ആളുകൾ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അവർ വീട് വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആ പാറ ഇവിടെ ഈ ഷെഡ് കണ്ടോ, ഇത് ഷെഡ് നിർമ്മിക്കുകയാണ് ഇവിടെ. ഈ പാറ ഉണ്ടായിരുന്ന സ്ഥലത്ത് വലിയൊരു പാറയായിരുന്നു, ഒരു ആനമായിരുന്നു. ആ വീഡിയോ കണ്ടാൽ അറിയാം, പഴയ വീഡിയോയിലുണ്ട്. അപ്പോൾ ഇതുണ്ടോ, അതിൻ്റെ കല്ലുകളാണ് കേട്ടോ, പൊട്ടിച്ചിട്ട കല്ലുകളാണ് കാണുന്നത്. അപ്പോൾ കണ്ടോ, ഈ വർക്കുകളൊക്കെ ഞാൻ അടുത്തതാണ്. കണ്ടോ, ഇതെല്ലാം പാറ പൊട്ടിച്ചിട്ട് ഒരുപാട് പാറകളുണ്ടായിട്ടോ. ആ പാറകളൊക്കെ പൊട്ടിച്ച് സൈറ്റാക്കി മാറ്റി. പിന്നെ കുറേ കൃഷികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മധുരക്കിഴങ്ങ്, ഞങ്ങൾ ചക്കരങ്ങെന്നാണ് പറയാം, പൂള, കപ്പ, പിന്നെ പപ്പായ, വാഴ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. തെങ്ങിൻ തൈകളൊക്കെ കുറേ വെച്ചിട്ടുണ്ട്. കണ്ടോ, വാഴകൾ വെള്ളമില്ലാത്തതുകൊണ്ട് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഞാൻ വണ്ടിയിൽ വാട്ടർ ബോട്ടിലാക്കിയിട്ട് കൊണ്ടുവന്ന് നനക്കുക ചെയ്യുന്നു കേട്ടോ. ഇവിടെ ചെറിയ ഷെഡ് ഉണ്ട്, ആദ്യത്തെ കേട്ടോ. അതിലാണ് നമ്മൾ ആയുധങ്ങളൊക്കെ വെക്കുക. അപ്പോൾ ഇത് കണ്ടില്ല, ഇതാണ് നമ്മളെ അന്ന് നമ്മൾ കാണിച്ചിരുന്നു. ഞാൻ ഈ സ്ഥലത്തേക്ക് സ്റ്റെപ്പ് കെട്ടണേ, സ്റ്റെപ്പ്, അതായത് അന്ന് വഴിയൊന്നുമില്ലല്ലോ. പിന്നെ നമുക്ക് ഇവിടെ ഇതിലാണ്ട് റോഡൊക്കെ വാങ്ങി. അടാ, ഇത് താഴെ ഭാഗത്തുനിന്ന് ഇതിൽ ഞാൻ സ്റ്റെപ്പ് ഉണ്ടായിരുന്നത്. അതിലിങ്ങനെ വന്ന് ഇതാണ് നമ്മളെ സ്ഥലം. കണ്ടാ, അവിടെ ആ ഭാഗത്തൊക്കെ ഒരുപാട് ചെടികളൊക്കെ വെച്ചിന്. എൻ്റെ വീട്ടിലുള്ള പോലെ തന്നെ വീട്ടിലെ വീഡിയോസൊക്കെ ഉണ്ട് നമ്മളെ വീഡിയോയിൽ, നമ്മളെ ചാനലിൽ ഒക്കെ. താല്പര്യങ്ങളൊക്കെ കാണാം. കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉള്ള വീടാണ്. അപ്പോൾ ഇതിലാണ് നമ്മളെ സ്ഥലത്തേക്ക് എൻട്രി. ഇതിങ്ങനെ വന്നിട്ട് ചെറിയൊരു ചുരം കണ്ടോ, ഇങ്ങനെ പോവും. വണ്ടിയൊക്കെ സുഖമായിട്ട് കയറി പോരും. ഇപ്പം മഴക്കാലത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതിനിപ്പം ഇനിയിപ്പോൾ റോഡ് ചെങ്കല്ല് പതിക്കുക അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം വിചാരിക്കുന്നുണ്ട്. ഇതുകൊണ്ട് ഇവിടെയുണ്ട് കുറേ കൃഷികളൊക്കെ. ആ ഭാഗത്തുണ്ട്, പൂക്കളുണ്ട്, കുറേ കൃഷികളുണ്ട്. ഈ പച്ച ഷീറ്റ് കെട്ടിയതാണ് നമ്മളെ സ്ഥലം കേട്ടോ. കണ്ടോ, അങ്ങനെയാണ്. അപ്പോൾ മൊത്തം കോടയാണ്, ഒന്നും പറയാനില്ല. നല്ല അടിപൊളി വ്യൂ ആണ്. കണ്ടോ, ഇവിടെയൊക്കെ ചെടികളാണ്. വീട്ടിലുള്ള ചെടികൾ അതേപോലെ കൊമ്പ് വെട്ടിക്കൊണ്ടുവന്നിട്ട് ഇവിടെ നട്ടതാണ്. അപ്പോൾ നല്ല രസമാണ്. പക്ഷെ ഇതിന് മുമ്പ് ഒരുപാട് ആളുകൾ ഇവിടെ അടുത്ത് പരിസര പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ വന്നിരുന്നു. ഒന്ന് ഫോട്ടോ എടുക്കലും ഒക്കെ. വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര രസമാണ്. കുട്ടികളും മക്കളൊക്കെ ആയിട്ട് പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉണ്ടായിട്ട് കുറേ. പക്ഷേ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് എന്താ ഉണ്ടായത്, ഈ സീറ്റൊക്കെ ഇവിടെ കെട്ടി ഇവിടെ ഗേറ്റൊക്കെ വെക്കാൻ കാരണം നമ്മൾ കുഴിച്ചിട്ട ഈ ചെടികളും അതുപോലെ ഈ എന്താ പറയുക തെങ്ങ് തൈ, അങ്ങനെ കുറേ തൈകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കുട്ടികൾ വന്നാണ് നശിപ്പിക്കുകയാണ്. അതായത് കുട്ടികൾക്ക് അറിയില്ലല്ലോ, ചെറിയ കുട്ടികളല്ലേ, അവർക്ക് ഇതിൻ്റെ അധ്വാനം എന്താണെന്നും അറിയില്ല. അപ്പോൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അതൊപ്പം വരുന്നവർ ശ്രദ്ധിക്കണം, പക്ഷെ അവർ ശ്രദ്ധിക്കില്ല. അങ്ങനെ എന്തായി, മൊത്തം ഷീറ്റ് കെട്ടി മറിച്ച് ഒരു വേലി, ഒരു ഗേറ്റ് പോലുള്ളൊരു സംഭവം ഉണ്ടാക്കിയിട്ട് ആണ് മറിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ആരും വരാറില്ല. അതുകൊണ്ട് എന്താ അറിയോ, അപ്പോൾ ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ. കണ്ടോ, നല്ല രസമാണ് ഇവിടെ, നല്ലൊരു വൈബാണ്. കാരണം വൈകുന്നേരങ്ങളിലൊക്കെ എൻ്റെ കുട്ടികൾക്ക് എപ്പോഴും ഇവിടെ വരണം. കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല കാറ്റൊക്കെയുള്ള സ്ഥലമല്ലേ, ഫുൾ ടൈം കാറ്റാട്ടോ. നമ്മളെ അടുത്ത പ്രദേശമായ മിനിയൂട്ടി പോലുള്ളൊരു പ്രദേശമാണ്. അത് ആ ലാസ്റ്റ് കാണുന്ന മലയാണ് മിനിയൂട്ടി. അപ്പം അവിടെ ഉള്ളതുപോലെ കാറ്റാണ് ഇവിടെ ഏത് സമയം. അപ്പം ഒരു വീട് വെക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്, ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. ഈ റോഡൊക്കെ ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് ഉഷാറായി. ഇവിടെ വെള്ളം വരുന്നുണ്ട്. ഇവിടെ ഒരു ടാങ്കിനുള്ള പദ്ധതി ഉണ്ട് പഞ്ചായത്തിൻ്റെ വക. നമ്മളിവിടെ 1/2 സെൻറ്റ് സ്ഥലം, നമ്മളെ സുഹൃത്തായ മഞ്ഞുൻ്റെ സ്ഥലമാണ് നേരെ അപ്പുറത്തുള്ള സ്ഥലം. ഓല് ഒരു 1/2 സെൻറ്റും ഞാനൊരു 1/2 സെൻറ്റും വിട്ട് കൊടുത്തിട്ട്, പഞ്ചായത്തിൽ വിട്ട് കൊടുത്തിട്ട് ഇവിടെ ഒരു ടാങ്ക് വരും എന്നാണ് പറയുന്നത്. ഈ വർഷത്തിൽ ടാങ്കിൻ്റെ പണി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഏതായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതുണ്ട്, ഇതിപ്പോൾ പഴയ സെക്കൻഡ് ഹാൻഡ് ഷീറ്റ് മറ്റേ ഹോസ്പിറ്റൽസ്
വാങ്ങിക്കൊണ്ടുവന്നതാണ്, കൊണ്ടോട്ടിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതാണ്. അതൊന്നും വലിയ ചിലവില്ലാത്ത രീതിയിൽ നിർമ്മിക്കുക. നമ്മൾ ഈ വണ്ടിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിവിടെ ഒരു ഹട്ട് ഉണ്ടാക്കാനുള്ളതാണ് ഈ സാധനം. അതൊക്കെ ഉണ്ടാക്കിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നത്. ഇവിടെ ആ ഇരിപ്പിടം കണ്ടോ, അത് പഴയ നമ്മളെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഒഴിവാക്കിയ കുറേ ഓളബിക്സാണ്. അപ്പോൾ അത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒക്കെ നമ്മളെ വണ്ടിയിൽ തന്നെ അടിക്കുക. ഒരു സീറ്റ്, ഒരു ഇരിക്കാനുള്ള സീറ്റ്, ഒരു ഇരിപ്പിടം ഇവിടെ ഉണ്ടാക്കി. ഇവിടെയാണ് വിചാരിക്കുന്നത് ഹട്ട് ഉണ്ടാക്കാൻ. ഹട്ട് പറഞ്ഞാൽ 4 കാലിൽ മുകളിൽ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെക്കാനുള്ള സാധനമാണ് ആ സാധനം, ഇരുമ്പ്. അത് സ്ക്രാപ്പിൽ നിന്ന് വാങ്ങിയാണ്. അപ്പോൾ അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടിയാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒന്നുകിൽ അവിടെ ആ കാണുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ഇവിടെ വ്യൂ ഏത് ഭാഗത്തേക്കാണെന്ന് വെച്ചാൽ അവിടെയാണ് വിചാരിച്ച്. ഇവിടെ ഉണ്ടാക്കിയാലും മതി. എന്നാൽ അതിമന്ന് ഈ ഭാഗത്ത് നിന്ന് ഇവിടെ നിന്നിട്ട് സ്റ്റെപ്പ് കൊടുത്താൽ മതി വിചാരിക്കുന്നുണ്ട്. ഏതായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഇതിൻ്റെ വർക്ക് പുരോഗമിക്കുകയാണ് കേട്ടോ. ഇതൊരു സിറ്റ് ഔട്ടാണ്, ഒരു റൂമുണ്ടാവും ഇതിൽ. ഇതിങ്ങനെ കയറിയിട്ട് ഇതുണ്ടോ, അതിങ്ങനെ 3 ഭാഗം സിറ്റ് ഔട്ടായിട്ട്, പിന്നെ ഇവിടെ ഒരു റൂം, ചെറിയൊരു 2 മീറ്റർ വീതി എന്നുള്ള ഒരു റൂമും ഉണ്ടാക്കണം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ വിചാരിച്ചത്. നമ്മൾ ഷെരീഫിൻ്റെ വണ്ടി അവിടെ ഒന്ന് നിർത്തിയിട്ടുണ്ട്. എന്താണ് സംഭവം ഒന്ന് തിരിച്ചാൽ മതിയാകും. ഷെരീഫിൻ്റെ വണ്ടി അല്ലല്ലോ, അത് വേറെ ആരോ വണ്ടിയാണ്. അത് സ്ഥലം നോക്കാൻ വന്ന ആളുകളാവും. ഒരു വണ്ടി വാഗണർ അവിടെ വന്നിട്ടുണ്ട്. അവിടെ കുറേ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.